സൈക്ലിംഗ് വാമപ്പിൻ്റെ ആദ്യ സെഷൻ സ്റ്റാൻഡിങ് സ്ട്രെച്ചാണ്. അതിനായിട്ട് ഷോൾഡർ പൊസിഷനിൽ നിന്ന് മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. കാലൽപ്പകത്തി ലെഫ്റ്റ് സൈഡിലോട്ടും റൈറ്റ് സൈഡിലോട്ടും സ്ട്രെച്ച് ചെയ്യുക. മുന്നിലോട്ടും സ്ട്രെച്ച് ചെയ്യുക, രണ്ട് സൈഡിലോട്ടും സ്ട്രെച്ച് ചെയ്യുക. നിങ്ങൾ സ്ട്രെച്ചിങ് ആക്ടിവിറ്റിക്ക് പുതിയ ആളാണെങ്കിൽ വളരെ ലൈറ്റായിട്ട് ചെയ്യുക, ഹാർഡായിട്ട് ചെയ്ത് പരിക്കൊന്നും പറ്റരുത്. താഴത്തോട്ട് സ്ട്രെച്ച് ചെയ്യുക. കാല് രണ്ടും അകത്തി വെച്ച് വിരൽ താഴെ മുട്ടിച്ച് സ്ട്രെച്ച് ചെയ്യുക. കാല് രണ്ടും ഓപ്പോസിറ്റ് വെച്ച് സ്ട്രെച്ച് ചെയ്യുക. കാലിൻ്റെ കാഫിനും ഹാംസ്ട്രിങ്ങിനും അങ്ങനെ കാലിൻ്റെ മസിൽസിനാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതിനുശേഷം കൈയുടെ മസിൽസിന് വേണ്ടി സ്ട്രെച്ച് ചെയ്യുക. കാലിൻ്റെ മുട്ട് മടക്കി നെഞ്ചിനോട് ചേർത്ത് കാല് നല്ലപോലെ സ്ട്രെച്ച് ചെയ്യുക. അതേ പൊസിഷനിൽ കാല് മുന്നിലോട്ട് വയ്ക്കുക. ഓപ്പോസിറ്റ് കാലിൻ്റെ മുട്ട് മടക്കി താഴെ മുട്ടിക്കുക. അപ്പോൾ നല്ലപോലെ സ്ട്രെച്ച് ആവും. അങ്ങനെ 1 മിനിറ്റിന് താഴെ ചെയ്യാവുന്ന സ്റ്റാൻഡിങ് സ്ട്രെച്ചാണ് നിങ്ങൾ കണ്ടത്. ഇനി നമ്മൾ ഇതിന് ശേഷം ജോയിൻറ്റ് റൊട്ടേഷൻസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് നല്ലപോലെ സൈക്കിൾ ചവിട്ടുക, വളരെ സ്ലോ ആയിട്ട്. അപ്പോൾ ബോഡിയിൽ നല്ലവണ്ണം ബ്ലഡ് സർക്കുലേഷൻ നടന്ന് നല്ലപോലെ ബോഡി വാമാവും. അങ്ങനെ വാമായതിന് ശേഷം നമ്മൾ ജോയിൻറ്റ് റൊട്ടേഷൻസ് ചെയ്യണം. ഞാനിപ്പോൾ എറണാകുളം വരെ പോവുകയാണ്. ലോങ് ട്രിപ്സിലാണ് ഇതേപോലെ സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ റോഡ് സൈഡിൽ നിന്ന് ജോയിൻറ്റ് റൊട്ടേഷൻസ് ചെയ്യും. അപ്പോൾ അപകടമൊന്നും വരാത്ത രീതിയിൽ തിരക്കില്ലാത്ത റോഡ് സൈഡിലോ അല്ലെങ്കിൽ ഗ്രൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൗണ്ടിൽ ചെയ്യുക. അതിന് ശേഷം സൈക്ലിങ് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ തുടക്കം തലേന്ന് തുടങ്ങി നെക്ക് മുകളിലോട്ടും താഴത്തോട്ടും ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും നല്ലപോലെ തിരിച്ച് ഹാഫ് റൊട്ടേഷൻ ചെയ്യണം. ബാക്ക് ഹാഫ് റൊട്ടേഷൻ ചെയ്തു. അതിനുശേഷം ഫ്രണ്ട് ഹാഫ് റൊട്ടേഷൻ ചെയ്തു. അപ്പോൾ അങ്ങനെ നമ്മുടെ തല കഴുത്ത് കഴിഞ്ഞു. ഇനി ഷോൾഡർ ആണ്. അതിന് സിംഗിൾ ഹാൻഡ് ഫ്രണ്ടും ബാക്കും റൊട്ടേറ്റ് ചെയ്യുക. ഒരു 5 പ്രാവശ്യം ചെയ്താൽ മതി. വളരെ സ്ലോ ആയിട്ട് നല്ലപോലെ ചെവിനോട് ചേർത്ത് ചെയ്താൽ മതി. ഒട്ടും ഹാർഡായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ലൈറ്റായിട്ടുള്ള വേദനയൊക്കെ ഉണ്ടാവും. നമുക്ക് എൻജോയ് ചെയ്യാവുന്ന പെയിൻസ്. 2 കൈയും റൊട്ടേറ്റ് ചെയ്യുക. ചെവിനോട് ചേർന്ന് റൊട്ടേറ്റ് ചെയ്യണം. അതിനുശേഷം കൈ ഓപ്പോസിറ്റ് വെച്ചതിന് ശേഷം റൊട്ടേറ്റ് ചെയ്യുക. കൈ ഈ ഒരു മോഡൽ വെച്ചതിന് ശേഷം ഷോൾഡർ ജോയിൻസ് ഒരുമിച്ച് റൊട്ടേറ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോഴും നമ്മൾ ചെവിനോട് ചേർന്ന് കൈ കൊണ്ടുപോവുക. കൈയുടെ റിസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുക. റിസ്റ്റ് റൊട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം കൈ ചെറുതായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഹിപ്പാണ്. ഹിപ്പ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഈ ഒരു മോഡൽ ചെയ്യുക, ഫ്രണ്ടും ബാക്കും. അതിനുശേഷം ഹാഫ് സർക്കിൾ റൊട്ടേഷനാണ്. ഫ്രണ്ടിലോട്ട് ഹാഫ് സർക്കിൾ റൊട്ടേറ്റ് ചെയ്യുക, ബാക്കിലോട്ട് ഹാഫ് സർക്കിൾ റൊട്ടേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് കാല് പൊന്തിച്ച് മുട്ടിനോട് മുകളിലായിട്ട് കറക്കുക. അപ്പോൾ നമ്മുടെ ഗ്രോയിൻ ഏരിയയിലൊക്കെ നല്ലപോലെ സ്ട്രെച്ചിങ് കാര്യങ്ങളൊക്കെ കിട്ടും. അതിനുശേഷം കാലിൻ്റെ ഏറ്റവും താഴെ നല്ലപോലെ റൊട്ടേറ്റ് ചെയ്യുക. ഇതല്പം കൂടുതൽ ചെയ്താലും കുഴപ്പമില്ല. കാര്യം നമുക്ക് ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റാനൊക്കെയുള്ള സാധ്യതയുള്ള ഏരിയയാണ് പെഡലിങ്ങിലും കാര്യത്തിലൊക്കെ. അങ്ങനെ വളരെ കുറച്ച് സമയം കൊണ്ട് ചെയ്യാവുന്ന ഒരു കംപ്ലീറ്റ് വാമപ്പ് വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നെ. ഇനി നിങ്ങൾ സൈക്ലിംഗ് കഴിഞ്ഞ് വന്നതിന് ശേഷം നിങ്ങൾക്ക് സൂര്യ നമസ്കാരം ഒരു 10-12 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്റ്റാൻഡിങ് സ്ട്രെച്ച് കൂടി ചെയ്യുകയാണെങ്കിൽ വാമപ്പ് ആൻഡ് വാം ഡൗൺ കംപ്ലീറ്റ് ആയെന്ന് പറയാം.